അദ്ദേഹം പണ്ട് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു സാധാരണ സ്ത്രീകൾ തയ്യാറാക്കുന്ന ഒരു ചെറിയ ഒരു കുടിൽ വ്യവസായം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധാരണ വിലയ്ക്ക് ഒരു ബിരിയാണി വാങ്ങുന്നു. തൊട്ട് അടുത്തുനിന്നൊരു മൾട്ടി കുഷൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് അത് ബിരിയാണിയാണ്, രണ്ടും ബിരിയാണിയാണ്. പക്ഷേ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മകളിൽ വ്യത്യാസമുണ്ട്, വിലയിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ട് ബിരിയാണി എങ്ങനെയാണ് കമ്പയർ ചെയ്ത് അഭിപ്രായം പറയുക? സാധാരണ ഒരു ചുറ്റുപാടിൽ അവരൊരു ഉപജീവന മാർഗം എന്ന നിലയിൽ തയ്യാറാക്കി വിൽക്കുന്ന ഒരു ബിരിയാണി, അതുപോലെ തന്നെ ഒരു വ്യവസായ മാർഗം, ഒരു അവിടുത്തെ സർവീസിൻ്റെ എല്ലാം വിലയിട്ട് കൃത്യമായിട്ട് ആളുകളിൽ നിന്ന് വില ഈടാക്കിക്കൊണ്ട് വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെയും ഗുണമേന്മ എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതു ഭക്ഷണമാണെങ്കിലും ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് ഹോട്ടൽ വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. ആ ധർമ്മം പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയമാണ്. കാരണം ഇപ്പോൾ എണ്ണയ്ക്കടക്കം ഇപ്പോൾ എത്രയാണ് വില? 460 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഈ ഹോട്ടൽ വ്യവസായത്തിനുണ്ട്. അത്തരത്തിൽ വളരെ ദാരുണമായി തകർച്ചയിലേക്കൊക്കെ പോകുന്ന ഒരു വ്യവസായമാണിത്.